Hello guys, welcome back to our channel. This is Last Voyager and there is Ghost. അപ്പോൾ 6 മാസത്തെ നോ റൈഡിങ് വീഡിയോസ് നത്തിങ്. 6 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു റൈഡിങ് വ്ളോഗ് നമ്മുടെ ചാനലിൽ ഇടാൻ പോവാണ്. ആൻഡ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് യോഷിമുറയുടെ എക്സോസ്റ്റാണ്. അതുമായിട്ട് നമ്മൾ നമ്മുടെ പഴയ SC ലൗഡ് SC വെക്കുവാണ്. ബിക്കോസ് ഒരു ഓട്ടോ ഷോ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് യോഷിമുറ വെച്ച് വലിയ സൗണ്ടൊന്നും കാണത്തില്ല. SCയിലാണെങ്കിൽ വെറുതെ പോകുമ്പോൾ തന്നെ നല്ല ലൗഡായിരിക്കും അത്. SC വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോലീസിൻ്റെ സീനാണ്, അതൊന്ന് റെഡി ആക്കണം. ഈ വഴിയൊക്കെ വന്നിട്ട് എത്ര നാളായി. നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മെയിൻ ഇതാണ്, ഒരു ലൈഫിൻ്റെ പകുതിയും നമ്മൾ ട്രെയിനിൽ യാത്രയാണ്. ഇപ്പോൾ കോളേജിൽ നിന്ന് വരുക, മാസത്തിൽ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ട്രെയിനാണ്. ഇടിയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് പുതിയ ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ദിവസം പോകണമെന്നുണ്ട്. പക്ഷെ ഭയങ്കര ബുക്കിംഗ് ആണെന്ന് കേൾക്കുന്നു. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല ട്രാഫിക്കാണ്. കുറച്ചുകൂടെ പുഷ് ചെയ്ത് അങ്ങ് പോവും. പക്ഷേ പണ്ടത്തെ പോലെ അങ്ങനെ ചെയ്യാനൊരു പേടിയുണ്ട്. ഒന്ന് സെറ്റായി വരണം. അപ്പം അതുവരെ നമ്മൾ പതുക്കെ എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു അഡ്രിനാലിൻ റഷ് വരുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല. നമ്മൾ ത്രോട്ടിൽ കൊടുത്തു. Man. Wow. അയ്യോ, ഇപ്പം തന്നെ നമ്മൾ വലിയതായിട്ട് പുഷ് ചെയ്തിട്ടില്ല. ഞാൻ RPM ഒന്ന് റെഡ് പോലും ചെയ്യാൻ പോലും നോക്കിയിട്ടില്ല. ആൻഡ് സ്റ്റിൽ ഇറ്റ്സ് സോ ഗുഡ്. ആ ഒരു മിഡ് റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധനം ശരിക്കും ഫയർബ്ലേഡ് ആണ്, തീയാണ് സാധനം. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, എനിക്കവിടെ ലൈസൻസും കാര്യമൊക്കെ സെറ്റായി നമ്മുടെ കാനഡയിൽ. അപ്പോൾ കാറിൻ്റെ ലൈസൻസാണ് സെറ്റായത്. ബൈക്കിൻ്റെ എടുക്കണം. ബൈക്കിൻ്റെ ഒരു കാര്യം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ലെവൽസാണ്, ഓരോ ലെവൽസാണ്. ഓരോ ലെവലിൽ നമുക്ക് ഇത്ര CC കപ്പാസിറ്റിയിലെ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം എനിക്ക് 300cc താഴെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വണ്ടി എടുക്കാനും പറ്റത്തുള്ളൂ. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബൈക്സ് അല്ല, അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഒരു പണി. കാറിനെക്കാട്ടി എക്സ്പെൻസീവ് ആണ് ബൈക്ക് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ചെറിയൊരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമുക്ക് അവിടുത്തെ ഒരു ബൈക്കിംഗ് കമ്മ്യൂണിറ്റിയായിട്ടൊക്കെ അത്യാവശ്യം കോൺടാക്റ്റ് ഉണ്ട്. ഞാൻ അവരായിട്ടൊന്നും പിന്നീട് കോൺടാക്ട് ചെയ്യാൻ വന്ന സമയത്ത് നമ്മൾ എല്ലാവരുമായിട്ടും ജസ്റ്റ് ഇൻസ്റ്റയിൽ കുറേ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ ഇനിയും കോൺടാക്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെയും ചെയ്യാം. ബൈക്സ് ആണെങ്കിലും കാർസ് ആണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് വിൻ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അത്രത്തോളം കണ്ടൻസ് ഇല്ലായിരുന്നു വിൻ്റർ സമയത്ത്. അപ്പോൾ നമുക്ക് സമ്മർ ആകുമ്പോഴത്തേക്ക് ഒരുപാട് കണ്ടൻസും കാര്യങ്ങളും വരും. ബൈക്സിൻ്റെ ഷോസ് വരും. അവിടെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. നല്ല റൈഡിങ് കമ്മ്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഞാൻ ഇപ്പോഴും ട്രിപ്പിൾ ഡിജിറ്റ് ഒന്നും കയറിയിട്ടില്ല.
ചുമ്മാതം കയറുക. ആ ഒരു സ്ക്രീൻ കേൾക്കുമ്പോൾ തന്നെ ബാഗിനകത്ത് ഇട്ടോണ്ടാ വന്ന്, ആരും ഇല്ലായിരുന്നു. അയ്യോ ബാഗ് തുറന്നോ, ഭാഗ്യം പോവാച്ച. സോ ഗൈസ് ഇതാണ്ട് എസ് സി ഇൻസ്റ്റാൾ ചെയ്തു. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരാം. ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. സോ ഗൈസ് എസ് സി ഇൻസ്റ്റാൾ ചെയ്തു. ആ ഒരു സൗണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ല, അമ്മാതിരി ലൗഡാണിപ്പോൾ. നമ്മളെന്തായാലും ഓട്ടോ ഷോയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇനിയിപ്പോൾ വരുന്ന ഓട്ടോ ഷോസ് ഏതൊക്കെയാണെന്ന് ഉണ്ടെങ്കിൽ അതിനും നമ്മൾ എസ് സി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൻ്റെ കറക്റ്റ് ആ ഒരു വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ കുറേ ഒന്നും കൈ കൊടുത്ത് പോകുന്നില്ല. വണ്ടിയിൽ എസ് സി അങ്ങനെ ഫൈനലി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ ഇതാണ് സൗണ്ട്. ഇപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഇൻലൈൻ 4 സെറ്റായത്. അപ്പോൾ ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. എൻ്റെ മോനെ അന്ന് അങ്ങനെ വെച്ചോ, എങ്ങനെ വേണേലും വെച്ചാൽ മതി. ഓക്കെ ശരി. എന്തുവാ